അവിടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ കാർഗോയിൽ അയച്ചു. 2-3 ദിവസത്തിനകത്ത് ഇവിടെ എത്തി. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ആക്രിയെല്ലാം കൂടെ കെട്ടിപ്പോകുന്ന ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് വെച്ച് ആ കാശും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളതിന്. ചോര നീരാക്കി ഉണ്ടാക്കിയത് അതല്ല. അതൊന്നും ഒരു പ്രവാസിയും മിക്കത്തില്ല. എന്തൊക്കെയാണേലും അച്ഛൻ കൊണ്ടുവന്നതിനകത്ത് നല്ലൊരു വിഹിതം എനിക്ക് തരണം. വീട് പണി നിർത്തി വെച്ചേക്കുവാ. പൈസ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്നാ ഏട്ടൻ പറഞ്ഞേക്കുന്നത്. നീ കുറെ കൊണ്ടുപോകും. അതെന്തോ ചേട്ടാ അങ്ങൊരു വർത്തമാനം? അച്ഛൻ തീരുമാനിക്കട്ടെ. ഇനി ഇതിന്റെ പേരിലൊരു വർത്താനം ഇവിടെ വേണ്ട. എനിക്കുള്ള എന്താന്ന് വെച്ചാൽ അത് തുല്യമായിട്ട് 3 ഭാഗിച്ച് 3 പേർക്ക് തരും. അത് മതി. പിന്നെ ഉള്ളതെല്ലാം മക്കൾക്ക് 3 പേർ കൂടെ വിധിച്ചു കൊടുത്തേച്ചേ. വയസ്സായിട്ട് വയ്യാതാകുമ്പോ എന്റെ അടുത്തോട്ട് വന്നേക്കരുത്. ഹലോ മമതേ, നാട്ടിലെത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടൊന്ന് വിളിക്കാന്ന് വിചാരിച്ചു. അതെനിക്കറിയാലോ. ഇനി തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലേ? ഞാൻ വിളിക്കാം. കുറച്ച് വെള്ളം ചോദിച്ചിട്ട് എത്ര നേരമായി? ഞാനങ്ങ് മറന്നുപോയി. നിങ്ങൾക്ക് ഇത്തിരി എടുത്ത് കുടിച്ചാലെന്താ? കുത്തിപ്പിടിച്ചങ്ങ് ഇരുന്നോളും. അച്ഛനാരും ക്ഷീണിച്ചു പോയല്ലോ. നീ ഇതെവിടായിരുന്നു മോനെ? നമ്മുടെ ബസ്സിനൊരു ഓട്ടം. കോളേജ് ടൂർ. ബാംഗ്ലൂർ മൈസൂരൊക്കെ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ പറയാച്ചാ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? നിന്റെ അച്ഛൻ അങ്ങോട്ട് എഴുന്നള്ളുന്നില്ലെന്ന്, അത് തന്നെ വിശേഷം. അതെന്തായാലും നന്നായി. ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കിട്ടുമല്ലോ. എന്നാലേ അച്ഛനെയും കെട്ടിപ്പിടിച്ചോണ്ട് നീ ഇവിടെ ഇരുന്നു. കുറഞ്ഞ ഒരു 10 വർഷം കൂടെങ്കിലും അവിടെ നിൽക്കാൻ വയ്യായിരുന്നു. എന്നാ ഇങ്ങോട്ട് എഴുന്നള്ളി വെക്കുന്നു. ഇത്രയൊക്കെ സമ്പാദിച്ചത് മതി. പ്രായമായി വരികയാണ്. ഇത്രയും നാളെ നമ്മളെ പൊന്നുപോലെ തന്നെയല്ലേ അച്ഛൻ നോക്കിയത്. ഇനി കുറച്ച് നാള് നമുക്ക് അച്ഛനെ നമുക്ക് പൊന്നുപോലെ നോക്കാം. 24 മണിക്കൂർ നീ നോക്കൂ അച്ഛനെ? അമ്മ നോക്കണം. പിന്നെ വേറെ ആരാ നോക്കേണ്ടത്? അയ്യോ, പിന്നെ ഈ വയസ്സാം കാലത്ത് എനിക്ക് തന്നെ നടക്കാൻ പറ്റില്ല. പിന്നെ എങ്ങാരെ എഴുന്നള്ളിച്ചോണ്ട് നടക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നെ ആരും നോക്കണ്ട. തിരിച്ചു പോകുന്നില്ലെന്നും പറഞ്ഞ് ഞാനിവിടെ കയറി അട്ടിപ്പേര് കിടക്കാനൊന്നും പോകുന്നില്ല. ഞാനേ ഒരു ടാക്സിയോ മറ്റോ എടുത്തിട്ട് ഇവിടെ ഓടിക്കോളാം. അയ്യേ, നീ ഇവിടെ കിടന്ന് ഓടാനോ? പിന്നെ അവിടെ കിടന്ന് അങ്ങ് ഓടിയാ പോരായിരുന്നു. ഇതെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ എയർപോർട്ടിലേക്ക്? വേണ്ട, ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. ശരി. മോനെ, നിങ്ങളുടെ അച്ഛനെ എവിടെ പോകുന്നു പറഞ്ഞ് ബാഗും ഒക്കെ എടുത്തോണ്ട് ഇറങ്ങുന്നു. അച്ഛൻ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാ. നിങ്ങൾക്ക് വേണ്ടെങ്കിലും അവിടെ ഉള്ളവർക്ക് അങ്ങനെയല്ല. അവർക്ക് സ്നേഹിക്കാനും സ്വീകരിക്കാനും മാത്രമേ അറിയൂ. എന്നാലും അച്ഛൻ ഞങ്ങളോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടെന്താ? നിങ്ങളാരെങ്കിലും ഞാൻ പോകണ്ടെന്ന് പറയും. എന്റെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾക്ക് വീഴ്ച തന്നു. ഇനിതാ ഈ ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരി, എപ്പോഴും പറയുന്നത് പോലെ അടുത്ത ലീവിന് കാണാം.